ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഒരു കരടി ചേച്ചീനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എവിടെ ഉള്ളതെന്നും അതുപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് പോവാം. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനിട്ട് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ കുടകിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുട്ട എന്ന് പറയുന്നൊരു സ്ഥലത്താണ് കേട്ടോ. അത് തോൽപ്പെട്ടി തിരുനെല്ലിയൊക്കെ ഒരുവിധം ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയായിരിക്കും, നമ്മുടെ മലബാറിലേക്കുള്ളവർക്കൊക്കെ. അപ്പം ആ തിരുനെല്ലിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന ഒരു ബോർഡറാണ്, കർണാടക ബോർഡറാണ് ഈ കുട്ട എന്ന് പറയുന്ന ലാസ്റ്റ് സ്ഥലമാണ് കർണാടകത്തിൻ്റെ. അപ്പം ആ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ റോസ് പെയിൻ്റ് അടിച്ചാണ്ടോ അതാണ് എൻ്റെ അമ്മമ്മേൻ്റെ വീട്. അമ്മമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ മമ്മീൻ്റെ അമ്മയൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. അപ്പം ഇപ്പോൾ ഉള്ളത് മമ്മീൻ്റെ അമ്മേൻ്റെ അനിയത്തിമാരും ഒരു ചേച്ചി അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇത്രയും കോളനി ഒന്നും അല്ല കേട്ടോ, അത് അടുത്തടുത്ത് വീട് അങ്ങനെയൊക്കെയാണ്. കർണാടകത്തിലൊക്കെ വീട്, തമിഴ്നാട്ടിലൊക്കെ പോയാലും നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അവിടെയാണ് ഇവരെ വീടൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. എനിക്കിങ്ങനെ എല്ലാവരുമായിട്ട് കൂടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഞങ്ങൾ 3 പേരിങ്ങനെ ഇങ്ങനെ അകത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ കൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അനിയത്തിമാരും അനിയന്മാരും ഒക്കെ, അനിയത്തിമാരാണ് ഇപ്പോൾ കൂടുതലായിട്ടുള്ളത്, പിന്നെ ഏട്ടന്മാരും മാമന്മാരും അങ്ങനെ. അപ്പോൾ നമ്മളിത് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് വേറൊരു അമ്മായിൻ്റെ വീടാണ്. ഇവിടെ ഇഷ്ടംപോലെ നമുക്ക് കസിൻസൊക്കെ ഉണ്ട്. അപ്പം അങ്ങോട്ട് പോയി. പിന്നെ ഈ ഒരു ബൈക്ക് കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇവിടുന്ന് ഞങ്ങളവിടെ പോയപ്പോഴത്തേക്കും തന്നെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഇതിലുള്ളതിനെക്കാട്ടി എത്രയോ ക്ലിയർ ഉണ്ട് എൻ്റെ ഫോണിൽ. പക്ഷെ അത് കാണുമ്പോൾ നല്ലൊരു രസമുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വന്ന ശേഷം ഇട്ട ഷോർട്സിലൊക്കെ ചിലർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലമാണല്ലോ എന്നൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ, ആ പോയ വീഡിയോസൊക്കെ ഞാൻ വേറൊരു ദിവസം ഇടാം, അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് ലോങ് ആയി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല ഇടിയും മഴയും വരുന്നത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോകാൻ വിചാരിച്ചു. ഇവിടെ വന്നിങ്ങനെ വെറുതെ തെണ്ടി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് വീട്ടിലൊരു പണി എടുക്കണ്ടല്ലോ, എല്ലാം അവർ തന്നെ ചെയ്തോളും. ഈ ഒരു മരം ഉണ്ടല്ലോ, ഇത്ത കായ് കഴിക്കും. അത് ഞാനിവിടെ തിരുവനന്തപുരത്ത് കുറേ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മുടെ അങ്ങോട്ടൊക്കെ കുറവാണ് കേട്ടോ. പക്ഷെ കർണാടകത്തിൽ ഇഷ്ടംപോലെ ഉണ്ട് ഇത്. ഈ കുട്ടത്ത് സൈഡേക്കാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലുണ്ട് കേട്ടോ. അപ്പം ഞാനത് കഴിക്കുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ കുറേ ആൾക്കാരൊക്കെ കഴിക്കുന്ന ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതിനെന്താ പേര് പറയാനൊന്നും എനിക്കറിയില്ല. പിന്നെ നമ്മുടെ ഈ ബമ്പിളിമൂസ് കണ്ടു, എന്നെന്താ പറയുക, കമ്പിളിമൂസ് ഞാനെന്താ പറയുക എനിക്കറിയില്ല. ഞങ്ങളവിടെ കൊടകിലൊക്കെ ചക്കോത്താന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ആ വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് പറയുക, നല്ലൊരു മിന്നൽ മിന്നിട്ടോ. ഫോൺ ഓഫാക്കാനാണ് ഞാൻ പറഞ്ഞിട്ടോ, വീഡിയോ വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഓടി. പക്ഷെ ഓടിയത് അതിനല്ല, നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇവൾ ഓടിയത് എന്തിനറിയോ, അതെൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ. അപ്പോൾ അവൾ ഓടിയത് എൻ്റെ മോനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവനെ എടുത്തിട്ട് ഓടി. ഞങ്ങൾ 4 പേരും കൂടെ, അനിയൻ്റെ മോളെ ഞാനും എടുത്തു, എൻ്റെ മോനെ അവളും എടുത്തു. ഞങ്ങളങ്ങനെ ഓടി വീട്ടിൽ കയറി. അമ്മമ്മേൻ്റെ വായ നല്ല ചീത്തയും കേട്ടു കേട്ടോ. പിന്നെ ഷീറ്റിൻ്റെ മേലെ വെള്ളം വരുന്നതുകൊണ്ട് ഒന്നും ഞങ്ങൾ കേട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം മഴ വരുന്ന സമയത്ത് എന്തിനായി ഇങ്ങനെ തെണ്ടാൻ പോയെന്ന് ചോദിച്ചാൽ നല്ല ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഒരു രസമല്ലേ, എങ്ങനെ അങ്ങ് എടുക്കുക. പിന്നെ മിന്നൽ കണ്ടുകൊണ്ടാണ് പേടിയായത്, മഴ മാത്രമാണെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ പോയതൊക്കെ ഒരു രസമാണ്. അങ്ങനെ നമ്മളിത് മഴയൊക്കെ ഒന്ന് ചെറുതായി കുറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത സ്ഥലത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ഇത് തൊട്ടടുത്ത് തന്നെയാണ് വീടിൻ്റെ, നമ്മുടെ ആ ഒരു ഏരിയയിൽ തൊട്ടവിടെ തന്നെ ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. വലിയൊരു കുളം കുഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാപ്പിത്തോട്ടത്തിലേക്കൊക്കെ വെള്ളം അടിക്കാനും കാര്യത്തിനൊക്കെ ആയിരിക്കാം. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ പോയൊന്ന് തിരിച്ചു വന്നു. അവിടെ നിന്നൊക്കെ ഞാൻ കുറച്ച് വീഡിയോ എടുത്തുള്ളൂ, കാരണം മിന്നലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു രംഗോലി ഇടുന്നത് എന്തിനാ, ഇപ്പോഴാണ് ഞാൻ കാര്യം പറയുന്നത്. കാരണം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്ന അവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഉത്സവം ഉണ്ട് കേട്ടോ. കുട്ടജാത്ര എന്ന് പറയുന്ന കുട്ടത്തെ ഏറ്റവും വലിയൊരു ഉത്സവമാണ്. പണ്ടോട്ടേ കാലങ്ങളായിട്ട് അത് വലുതായിട്ട് തന്നെ നടക്കുന്നത്. ഇപ്പോൾ പിന്നെ കുറച്ച് കുറഞ്ഞു എന്നേ ഡൗട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയത്തൊക്കെ ആനയൊക്കെ വരാറുണ്ട് കേട്ടോ കുളിക്കാൻ. അങ്ങനെ ആന കുളിക്കാൻ വരിക എന്ന് പറയും. അങ്ങനെ ദൈവത്തിൻ്റെ ഇങ്ങനെ ആനേൻ്റെ പുറത്ത് എഴുന്നള്ളി വരുന്ന അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെ ചെറിയൊരു അമ്പലമുണ്ട്. അപ്പോൾ ഇവിടുന്ന് വലിയൊരു അമ്പലത്തിലേക്ക് പോകുന്നതൊക്കെ ഒരു ചെറിയൊരു കാഴ്ച ഒക്കെ കാണാനുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം അതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രാവശ്യം. അങ്ങനെ നമ്മൾ മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ അവിടെ കുറച്ച് ചളിപിളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് പോയി, ഇനി മഴ വന്നാലോ എന്നൊക്കെ പേടിച്ച്. അപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഉത്സവത്തിനാണ് കേട്ടോ. അപ്പം ഉത്സവത്തിന് പോകുന്നത് നാളെയാണ്, ഇന്ന് രാത്രിയും നാളെ പകലും ആയിട്ടാണ്. അപ്പം നാളത്തോടെ ഉത്സവം കഴിയും. അപ്പോൾ നമ്മൾ നാളെ രാവിലെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ അടുത്ത ദിവസങ്ങളായിട്ട് ഇടാം. അപ്പോൾ അതിലാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. ആനക്കാട്ടിലൂടെയൊക്കെയാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. നമ്മുടെ ഈ ഒരു ഇപ്പം നിൽക്കുന്ന ഈ ഉത്സവം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം തന്നെ നമുക്കത്ര സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല.
സ്ഥലമല്ല. കാരണം നമ്മുടെ ഒരു 10 അടി അപ്പുറത്തേക്ക് വരെ ആന വരും. കാരണം ബാക്കി ഇപ്പുറത്തേക്ക് ഫുള്ള് വീടുണ്ട്. നമ്മുടെ ആ വീടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ഞാനിപ്പോൾ അപ്പം നിന്നുകൊണ്ടിരുന്ന ആ സ്ഥലത്തൊക്കെ നമ്മൾ കാപ്പിത്തോട്ടമാണ് കേട്ടോ. അവിടെ ഞാൻ ആ നിന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഒരു കരടി വന്നിട്ട് ഒരു പെണ്ണുങ്ങളെ ബാക്കിൽ ഇങ്ങനെ ഇതാക്കിയിട്ട് ഫുള്ളായിട്ട് ഇതൊക്കെ ആയിട്ട് മരിച്ചിട്ടില്ല, ഫുള്ളായിട്ട് ഇഞ്ചുറി ഒക്കെ ആയൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആന വന്നിട്ടുണ്ടെന്നൊക്കെ അമ്മമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലേക്കാണ് നമുക്ക് നാളെ ഇനി പോകാനുള്ള. ടൗൺ വഴി പോകാം, പക്ഷെ ഇതൊരു എളുപ്പ വഴിയാണ് അങ്ങനെ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ കാണിക്കാനായിട്ടുള്ളൂ. അപ്പം ഇതൊക്കെ എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു കേട്ടോ. കറക്റ്റ് ഈ ഒരു വന്ന സമയത്തൊന്നും കറണ്ട് ഇല്ലായിരുന്നു കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. കറണ്ടും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു. മെയിനായിട്ടൊന്നുമില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ഇങ്ങനെ എന്തായാലും പറയുക, ഉത്സവത്തിന് ഇങ്ങനെ വരില്ലേ, അതുപോലെ അവർ ദൈവത്തിനെയും കൊണ്ട് ഇങ്ങനെ വന്നു. ഇവിടെ വന്ന് അവിടെ പുഴയിൽ ഇവിടെ ഒരു അമ്പലമുണ്ട്, ആ ഒരു അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെ പൂജയൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോകുന്നൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ രംഗോലിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ നിന്നുമായിട്ട് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കർണാടകത്തിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ. അപ്പം അവിടെ ഇനിയും കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് വീഡിയോസ് ഇട്ട സമയത്ത് അതിനൊന്നും അത്ര റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. കാണുന്നവരുണ്ടെങ്കിൽ ഈ ഭാഗമൊക്കെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോഴൊക്കെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് റീച്ച് ആവുള്ളൂ. വലിയ റീച്ച് വേണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്കൊരു 500 വ്യൂസ് കിട്ടിയാലും അതെനിക്ക് വലുത് തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അയ്യോ എന്താ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എല്ലാവർക്കും ഇപ്പൊ ചെറുതൊരു കഷ്ണം കട്ടാക്കി തിന്നോ നമ്മള് ഈ സ്ഥലം എത്ര ഭംഗിയുണ്ടല്ലേ. മുമ്പിൽ കണ്ട കോടമഞ്ഞൊക്കെ ആയിട്ട്. എൻ്റെ ഫോണൊക്കെ അത്രേ ക്ലിയർ ഉള്ളൂ. നല്ല ഐഫോണും അല്ലെങ്കിൽ ക്യാമറ ഒക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസങ്ങൾ വരാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ഥലം അത്ര തന്നെ. പണ്ടൊക്കെ ഞാൻ ഇതിൽ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ആസ്വദിക്കാൻ പറ്റിയൊരു പ്രായത്തിൽ ഞാനിവിടെ പോകുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് അടുത്ത ദിവസം തന്നെ ഞാൻ വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബായ്.